ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ ഇതൊക്കെ പിടിച്ചിരിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ, ഇന്നൊരു റെഡ് വെൽവെറ്റ് കേക്കാണ്, കസ്റ്റമൈസ്ഡ് റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ എൻ്റെ കസിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ തന്നതാണ്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെയും കൂടെ ചെറുതായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാനായിട്ട് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക. ഞാനിപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ നടുവിൽ കുഴിഞ്ഞു പോവും, അല്ലെങ്കിൽ ഹൈറ്റ് കിട്ടില്ല, അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും സോഫ്റ്റ്നെസ് ഉണ്ടാവും, പക്ഷേ നടുവ് കുഴിയുന്ന ഒരു പ്രശ്നം മാത്രമേ എനിക്ക് കൂടുതലായിട്ടും വരാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് നമ്മളിങ്ങനെ ഓരോന്നും ചെയ്ത് അങ്ങനെ ശരിയായി വന്നതാണ്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയല്ല എന്ന് പറയുന്ന മാതിരി ആദ്യമൊന്നും നമുക്ക് ശരിയാവണമെന്നില്ല. പിന്നെ നമ്മൾ ഓരോ സാധനവും ഇൻഗ്രീഡിയൻസും നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ ഇങ്ങനെ ഇട്ട് വരുമ്പോൾ അത് നമുക്ക് ശരിയായി തന്നെ കിട്ടും. അതിനിടയ്ക്ക് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് നമ്മൾ 3 എഗ്ഗും അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല വൈറ്റ് കളറായിട്ട് വരണം. അതിനുശേഷം 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വെച്ചിരുന്നില്ല, അത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇടുക, പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഞാനൊരു കൊറോണ കാലത്ത് തുടങ്ങിയ ബിസിനസ്സാണ് എൻ്റെ കേക്ക് ബിസിനസ്. ഇതുപോലെ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ UP-യിലായിരുന്നു. അപ്പോൾ അവിടെ പോയ സമയത്ത് ക്വാറൻറ്റൈൻ ഇരിക്കണമായിരുന്നു 21 ദിവസം. അപ്പോൾ അവിടെ നമുക്ക് ഫുഡ് പോലും എല്ലാം നമുക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. ആ സമയത്ത് നമുക്ക് യാതൊരു പണിയും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ ഫോണിൽ ഒരു യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാനായിട്ട് തുടങ്ങി. പിന്നെ എനിക്ക് അതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ ഞാൻ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്വാർട്ടർക്ക് പോയപ്പോൾ ഇതുപോലെ ഓരോ കേക്കായിട്ട് ഞാൻ പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ പരീക്ഷിച്ച് ആദ്യത്തെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നടുവ് കുഴിഞ്ഞും ഹൈറ്റ് കിട്ടാത്ത പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ത്രില്ലായി, ഇൻട്രസ്റ്റായി തുടങ്ങി. അപ്പോൾ ഓരോ കേക്ക് പിന്നെ വിപ്പിംഗ് ക്രീം വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഫ്രഷ് ക്രീം കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാക്കി എനിക്ക് ആദ്യമായിട്ടൊരു ഓർഡർ കിട്ടിയത് അവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ആനിവേഴ്സറിക്കായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്ത കേക്കിന് കിട്ടിയ ഫീഡ്ബാക്ക് വളരെ നല്ലതായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അന്ന്. അന്നൊക്കെ നമ്മൾ നോസിൽ ഡിസൈൻസും ഒന്നും അറിയില്ലായിരുന്നു. എനിക്കറിയുന്ന മാതിരി ഡിസൈനൊക്കെ ചെയ്തിട്ട് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ല ടേസ്റ്റ് വൈസ് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന പാനിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഫുള്ള് എയർ ബബിൾസ് ആയിരിക്കും കേക്ക് ബേക്കായി വരുമ്പോൾ. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പറൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ബേക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ടൈമാണ്. കേക്കൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ.
പിന്നെ മേലെ ഈ കുറച്ച് ഇളകിപ്പോയിരിക്കുന്നത് ചൂടോടുകൂടെ തിരിച്ചിട്ടിട്ടാണ്. അപ്പോൾ ലേശം ചൂടാറിയ പിന്നെ മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ 3 ലെയറായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം സ്റ്റിഫായിട്ട് ബീറ്റ് ആവാൻ ബൗളിൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ രണ്ടാമത് നമ്മൾ ഈ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ആ കട്ടയോട് കൂടെ ബീറ്റായി കഴിഞ്ഞാൽ സ്റ്റിഫായിട്ട് ബീറ്റായി കിട്ടുകയില്ല. പിന്നെ ക്രീമിന് നല്ല തണുപ്പും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഷുഗർ സിറപ്പിനുള്ളിൽ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ ഫില്ലിംഗ് ആയിട്ട് ഇന്ന് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ക്രീമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് തന്നെ സെയിമായിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഒരു ലെയർ കേക്ക് വയ്ക്കുക, ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്യുക, അതിന് മേലെ ചോക്ലേറ്റ് ഗനാഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെനിക്ക് അടുത്ത ദിവസത്തേക്ക് കൊടുക്കാനുള്ള ഓർഡറായിരുന്നു. ഞാൻ തലേ ദിവസം തന്നെ കേക്കെല്ലാം സെറ്റ് ചെയ്ത് ഫൈനൽ കോട്ടും കൂടെ ചെയ്തിട്ടാണ് ഫ്രീസറിൽ വെച്ചത്. നമുക്ക് ഏത് കേക്ക് ഓർഡർ വന്നാലും ഒരു ദിവസം മുമ്പെങ്കിലും, അതായത് തലേ ദിവസമെങ്കിലും നമ്മൾ എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി കേക്ക് തണുപ്പിച്ചെടുക്കണം. അപ്പോഴേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സെറ്റാവും. അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ലെവലായി കിട്ടും. ഇനി ബാക്കിയുള്ള ക്രീമിൽ നമ്മൾ സ്പൈഡർമാൻ തീമാണ് കേക്ക്. അപ്പോൾ നമുക്കൊരു റെഡ് കളർ അതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ സ്പൈഡർമാൻ തീമാണെന്ന് പറഞ്ഞില്ലേ, സ്പൈഡർമാൻ തീമിന് ഈ നെറ്റ് വരയ്ക്കണമായിരുന്നു. ഞാനിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടാണ് വരച്ചത്. വരയ്ക്കാൻ നന്നായിട്ട് അറിയണവർക്കാണെങ്കിൽ ഈ ലൈൻസ് ഇടേണ്ട ആവശ്യമില്ല. നല്ല പെർഫെക്റ്റായിട്ട് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് നെറ്റ് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നെറ്റ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ്. അത് വെച്ചിട്ടാണ് ഞാൻ നെറ്റ് വരച്ചു കൊടുക്കുന്നത്. ഈ റെഡ് കളർ ക്രീം തന്നെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് മേലെ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അതാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നല്ല ഡാർക്കായിട്ടുള്ള റെഡ് കളർ കിട്ടും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ഓർഡർ കിട്ടിയ കേക്കാണ്. അത് കുറച്ച് ലോങ് പോകേണ്ടതായിരുന്നു. അപ്പോൾ മെൽറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ക്രീമിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പൈഡർമാൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ മോൻ്റെ 4th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു 4ൻ്റെ ഒരു പ്രിൻറ്റും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈഡർമാൻ അതൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കുറേ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ കേക്ക് ഇഷ്ടമായോ ഇല്ലേന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.